ഹലോ, ഇന്ന് പെരുന്നാളിൻ്റെ സെക്കൻഡ് ഡേ, അതായത് നമ്മളുടെ ഓഫീസിൽ ഇന്ന് കൂടെ ഓഫാണ് കേട്ടോ. അപ്പം നേരെ ഞങ്ങൾ വന്നിരിക്കുന്നത് നെസ്റ്റോയിലേക്കാണ്. നെസ്റ്റോയിൽ നമ്മൾ വീക്കിലി വൺസ് വരും. ഇവിടെ നിന്ന് ഗ്രോസറീസൊക്കെ പർച്ചേസ് ചെയ്യും. ഇതാണ് നമ്മളുടെ വീക്കിലി റുട്ടീൻ. നേരെ പോയപ്പോൾ ഫസ്റ്റ് കണ്ട ഐറ്റാണ് ഈ ഗ്ലാസസ്. ഇതിന് റേറ്റ് കുറവാണ്, നമ്മളെടുത്തുള്ളത് കൊണ്ട് വാങ്ങിച്ചില്ല. നേരെ ഞാൻ ട്രോളി എടുത്ത് ഇങ്ങനെ നടത്താൻ തുടങ്ങി ഐറ്റംസൊക്കെ നോക്കുകയാണ്. അപ്പോൾ കണ്ട ഫസ്റ്റ് ഐറ്റാണ് ഈ ഓയിൽസ്. ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തൊരു ഐറ്റമാണിത്, ഈ ഓയിൽ എന്ന് പറയുന്നത്. ഇതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഈ കാണുന്ന കോക്കനട്ട് ഓയിലാണ്. എനിക്ക് മറ്റേത് ഭയങ്കര അൺഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഓയിലും നല്ലതല്ല, എന്നാലും കമ്പയർ ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ കോക്കനട്ട് ഓയിലാണ്. അതിനുശേഷം ഫ്ലാറ്റിൽ അരി ഇല്ലായിരുന്നു, ഒരു അരി എടുത്ത് നമ്മൾ ട്രോളിയിലിട്ടു. പിന്നെ നമ്മൾ നോക്കിയത് പുട്ടുപൊടിയാണ്. അപ്പോൾ ഈ നന്മയ്ക്ക് ഇന്ന് നമ്മൾ റേറ്റ് നല്ല കുറവായിട്ട് തോന്നിയത് കൊണ്ട് നമ്മളിതെടുത്തു. നോർമലി നമ്മൾ ഈസ്റ്റേണാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മളൊരു പാസ്ത എടുത്ത് ഇട്ടതിന് ശേഷം നേരെ നമ്മൾ പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 കായ എടുത്തു, കാരണം എനിക്ക് കായ ഉപ്പേരിയും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു കായ എടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തു. ഇതൊക്കെ ജസ്റ്റ് ഞാൻ നോക്കുകയാണ്, വെറുതെ ഒരു രസത്തിന് നോക്കുകയാണ്, ഇതൊന്നും ഞാൻ വാങ്ങിക്കാറേ ഇല്ല. അപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം വേണ്ട ഐറ്റമായിരുന്നു ടൊമാറ്റോ. അപ്പോൾ ഒരു ടൊമാറ്റോ എടുത്തു കേട്ടോ, ഒരു ടൊമാറ്റോ എടുത്തുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾക്ക് 2-3 ടൊമാറ്റോ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഒന്നെടുത്ത് ഫ്ലാറ്റിലിട്ടു. അതിനുശേഷം ഞാൻ ഈ കോക്കനട്ട് നോക്കിയിരുന്നു, കോക്കനട്ടിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യായിരുന്നു. 2.99. നമ്മളെ വീട്ടിൽ നമ്മളെ മുറ്റത്ത് ഈസി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സാധനം ഞാനിന്ന് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതൊക്കെ ആലോചിച്ചൊരു നിപ്പായിരുന്നു. നേരെ നമ്മൾ വീണ്ടും പോയത് ഓണിയൻസ് വാങ്ങിക്കാനാണ്. അപ്പോൾ ഓണിയൻസ് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ നേരെ പോയത് കറി ലീവ്സ് എടുത്ത് ട്രോളിയിലിടുകയാണ് കേട്ടോ, ഇത് ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐറ്റമാണ് ആപ്പിൾ. ആൻഡ് ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നാണല്ലോ. അപ്പോൾ ആപ്പിൾസ് ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് പ്രൈസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാണ്, കാരണം ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ആപ്പിൾസ് ഞാൻ വാങ്ങിക്കാറില്ല, ലോ പ്രൈസും വാങ്ങിക്കില്ല. അപ്പോൾ നമ്മൾ മീഡിയം ഒരു പ്രൈസിൽ നല്ല ആപ്പിൾസ് സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഈ ഫുഡ് സെക്ഷനിലാണ്. അതായത് ഇനി നമ്മൾ ഫ്ലാറ്റിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം എനിക്കിഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നൂഡിൽസ്, എന്നെ സംബന്ധിച്ച് ബിരിയാണി നൂഡിൽസ് എന്ന് പറയുമ്പോൾ ഞാൻ നൂഡിൽസാണ് പ്രിഫർ ചെയ്യുക, എനിക്കതാണ് ഇഷ്ടം. അപ്പം നമ്മൾ കുറച്ച് ബിരിയാണിയും എനിക്ക് കുറച്ച് നൂഡിൽസും അങ്ങനെയാണ് എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബില്ലിംഗ് സെഷനിലേക്ക് പോവുകയാണ്. ആ ഒരു നടത്താണ് നിങ്ങളീ കാണുന്നത്. ഓൾറെഡി ടയേർഡായി കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ഐറ്റംസും ഇങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ വീക്കിൽ ഇത്ര മതിയോ ഐറ്റംസ് എന്ന്. നമുക്കിനി ഈ വീക്ക് തീരാൻ വേണ്ടിയിട്ട് ഓഫീസ് ഡേ എന്ന് പറയുന്നത് ഇനി ഒരു 3 ഡേയ്സും കൂടിയുള്ളൂ. അപ്പം നമ്മൾ അത്രയും മതിയോ, നമുക്ക് 2 പേർക്കല്ലേ. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിക്ക് ഓടിക്കോളും, ഈ ഐറ്റംസൊക്കെ ധാരാളമാണ്. അപ്പം നമ്മൾ പ്രൈസൊക്കെ എടുത്ത് എല്ലാം നോക്കി നമ്മൾ ലാസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, ടാറ്റാ.